സോഷ്യൽ മീഡിയയിലൂടെ ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിടുന്നത് ഒരു പ്രത്യേകതരം അലവലാദികളുടെ ഒരു ജന്മസ്വഭാവമാണ്. ഈ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പേരിൽ ഒരു ഫേക്ക് വോയിസ് കുറേ നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എല്ലാവർക്കും ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വെച്ചിട്ട് ഇൻഷുറൻസ് ലഭിക്കും, 50 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ള രീതിയിലാണ് അതിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ തേടി ഞാൻ നടന്നു. അപ്പോൾ അക്ഷയയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, അതിൻ്റെ ആനുകൂല്യം അതുവഴി ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അക്ഷയയിൽ അന്വേഷിച്ചു. അപ്പോൾ അക്ഷയയിൽ പറയുന്നത് ഇതൊരു ഫേക്ക് ന്യൂസാണ്, വർഷങ്ങളായിട്ട് കറങ്ങി നടക്കുന്നതാണ്, കേരളം കേന്ദ്ര സർക്കാരും തമ്മിൽ സംയുക്തമായിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ ഇതുവരെ കേരളത്തിൽ അതായിട്ടില്ല. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ആനുകൂല്യങ്ങൾ കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ലിസി ഹോസ്പിറ്റലിലും അതിനെക്കുറിച്ച് അന്വേഷിച്ചു, ഇൻഷുറൻസ് ഡെസ്കിൽ. അപ്പോൾ അവരും പറയുന്നത് ഇതൊരു ഫേക്ക് ന്യൂസാണ്. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെയും ഇതിൽ നിന്നും മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു അഡ്വൈസറാണ്. സ്റ്റാർ ഹെൽത്തിൻ്റെ നമുക്ക് 75 വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ 2 ലക്ഷം രൂപക്കൊക്കെ ആണെങ്കിൽ 12,600 ടാക്സ് ഉൾപ്പെടെ വരുന്ന ഇൻഷുറൻസുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു ഇൻഷുറൻസിലോട്ട് മാറാം. അതുവരെ നിങ്ങൾ നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന് സുരക്ഷിതരാവുക.